ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആണോ? അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുകളോട് നോ പറയാനായിട്ട് മടിയുള്ള ആളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടാലോ? ഓക്കെ. അപ്പം എന്താണ് ഈ പീപ്പിൾ പ്ലീസർ എന്ന് പറയുന്നത്? അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സന്തോഷങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മൾ അവരുടെ അടുത്ത് പറയാതിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അവരിപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ അവരുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ അവരെന്ത് വിചാരിക്കും, അങ്ങനെ മറ്റുള്ളവരെ നമ്മൾ പ്ലീസ് ചെയ്ത് ജീവിക്കുക. അതിനെയാട്ടോ നമ്മൾ ഈ പീപ്പിൾ പ്ലീസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. അതായത് ഈ പറയുന്ന ആരും നമ്മളുടെ ലൈഫിൽ ഒരു സ്ട്രഗിൾ വരുന്ന സിറ്റുവേഷനിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലോ നമുക്ക് ആശ്വസിപ്പിക്കാനായിട്ട് വരുന്ന ആൾക്കാരല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ചോറ് മേടിച്ചു തരുന്നത് ഇവരാരെങ്കിലും ആണോ? അല്ലല്ലോ. അപ്പോൾ പിന്നെ അവരെ പ്ലീസ് ചെയ്ത് ജീവിച്ചുകൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവാനായിട്ട് പോകണില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ? അതായത് അവരെല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കുറിച്ചിട്ട് ഉണ്ടാവുന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള മാനറിലായിരിക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ പ്ലീസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യത്തെ കാര്യം, ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. അതായത് നമ്മളുടെ അടുത്ത് ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റില്ല നമ്മൾ മാറി കഴിയുമ്പോഴത്തേക്കിനും അവർ നമ്മുടെ കുറ്റം പറയുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ ഈ പ്ലീസ് ചെയ്യിക്കാൻ ശ്രമിച്ചതിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായോ? അപ്പോൾ നമുക്ക് എന്താ, നമുക്ക് അതുകൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ സപ്രസ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നോ പറയാതെ അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് മാത്രം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അതൊരു കാര്യം. പിന്നീട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത് ആ കാര്യം ഒട്ട് നടക്കുകയില്ല. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ എന്ത് മനസ്സിലായി? പീപ്പിൾ പ്ലീസിങ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഉപകാരമൊന്നുമില്ല, നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് എന്താ ചെയ്യുക? നമ്മൾ ഒരു നോ പറയേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നോ തന്നെ പറയാം. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്നുള്ളത് തുറന്നു പറയാം. ഇപ്പം നമ്മളുടെ കാര്യം ഒരാൾ കയറി ചവിട്ടി, നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിഷമാവുമെന്ന് കരുതിയിട്ട് നമ്മൾ പറയാതിരിക്കോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് പേഴ്സണലി നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാം. നമ്മൾ സമ്മതിക്കുമ്പോഴത്തേക്കിനും അവരുടെ വിചാരം എന്തായിരിക്കും? നമുക്കിത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്, അങ്ങനെയല്ല അവർ വിചാരിക്കാം. നമ്മൾ എത്ര നിന്ന് കൊടുക്കുന്നോ അവരുടെ വിചാരം എന്തായിരിക്കും? അവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല, അങ്ങനെയല്ല അവർ വിചാരിക്കുക. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നോ പറയാം. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നമ്മളുടെ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് അവരുടെ അടുത്ത് റൂഡായിട്ട് എനിക്കിത് പറ്റില്ല അങ്ങനെ പറയണമെന്നല്ല കേട്ടോ ഞാൻ പറയണത്. അതായത് നമ്മളങ്ങനെ മുഖത്തടിച്ച പോലെ അങ്ങനെ പറയണമെന്നല്ല. നമുക്കിപ്പോൾ നോ പറയാനും നല്ല രീതികളുണ്ട്. അതായത് നമ്മളിപ്പോൾ മുഖത്തടിച്ച പോലെ എനിക്കിത് പറ്റേയില്ല അങ്ങനെ പറയാണ്ട് നമുക്ക് പറയാം എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്കതിൽ താല്പര്യമില്ല കേട്ടോ, അങ്ങനെ പറയാമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വിഷമാവോ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു കാര്യം ഓവറായിട്ട് മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് നിർത്തി വെക്കാം കേട്ടോ. അതായത് നമുക്ക് എപ്പോഴും ഉള്ള ഒരു ശീലമാണ്, അവർക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവുന്ന എന്ന് കരുതിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഇന്നതുകൊണ്ടാണ് ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇത് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കും, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്ന് കരുതിയിട്ട് നമ്മളെ പറ്റി അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോട് നമ്മൾ ഇങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അത്രയും എക്സ്പ്ലനേഷൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സൈലൻസ് തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത്രയും എക്സ്പ്ലനേഷൻസ് ഇല്ലാണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പം നമ്മളുടെ ആ ഒരു സർക്കിളിലുള്ള ആളുകളെ മാത്രം നമ്മൾ നോക്കിയാൽ പോരെ, ബാക്കി എല്ലാവർക്കും എക്സ്പ്ലനേഷൻസ് കൊടുത്ത് എല്ലാവരുടെയും അനുമതി മേടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ ഓവർ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത് അങ്ങോട്ട് മാറ്റി നിർത്താം. കാരണം നമ്മൾ എത്ര എക്സ്പ്ലനേഷൻസ് കൊടുത്താലും നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയണം എന്നുള്ള ആൾക്കാർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. അതിപ്പോൾ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർ ഇംപ്രസ്ഡ് ആയി എന്ന് നമുക്ക് തോന്നിയാലും അവർ നമ്മളെ മാറി നിന്നിട്ട് നമ്മളെ കുറ്റം പറയുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്താം കേട്ടോ. അതുപോലെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മളുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് നമ്മളുടെ വാല്യൂ മറ്റുള്ളവർക്കും കൂടെ ബോധിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമുക്കൊരു വാല്യൂ അല്ലെങ്കിൽ നമ്മളുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ
ആരുടെയും സർട്ടിഫിക്കറ്റ്സ് ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും എന്താ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തായിരിക്കും പറയുന്നുണ്ടായിരിക്കുക അതറിയാനായിട്ട് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് നമ്മളെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ മറ്റുള്ളവരുടെ സർട്ടിഫിക്കേഷൻ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ വാല്യൂബിൾ ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെർത്താണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക, നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ 2 റിയാലിറ്റീസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. അതായത് നമ്മളെല്ലാവരും മനുഷ്യന്മാരായിട്ടുള്ള ആളുകളാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും നമ്മളെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും എന്ത് ചെയ്താലും നമ്മളെ പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ ചെയ്തത് നല്ലൊരു കാര്യമാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിൽ പ്ലീസ് ചെയ്യണം, അതായത് ഇതൊരു നല്ല കാര്യമാണെന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതിന് 2 സൈഡ്സ് ഉണ്ടായിരിക്കും. എവറി കോയിൻ ഹാസ് 2 സൈഡ്സ്, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് നമുക്ക് എന്ത് ചെയ്താലും നമ്മളെ, അതായത് അമ്മേനെ തല്ലിക്കഴിഞ്ഞാൽ 2 അഭിപ്രായം. അതായത് അമ്മയുടെ സ്വഭാവം കൊണ്ടാണെന്ന് പറയുന്നവരുണ്ട്, എന്നാലും അത് അമ്മയല്ലേ അവരെ തല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ തത്വങ്ങളൊന്നും പറയാൻ ഞാൻ വലിയ ആളല്ല. അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് പോകണ്ട കേട്ടോ. സിമ്പിളായിട്ട് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലും 2 അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്ത്, അതായത് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ എത്ര പേരെടുത്ത് നമുക്ക് പോയി പറയാൻ പറ്റും, അതായത് ഞാൻ ഈ ചെയ്തത് നല്ല കാര്യം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് എത്ര പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. ഈ കേരളത്തിലുള്ള എല്ലാവരുടെ അടുത്തും പോയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കാം കേട്ടോ. അതുപോലെ തന്നെയുള്ള കാര്യമാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നുള്ളത്. അതായത് നമ്മളെല്ലാവരും മനുഷ്യന്മാരായിട്ടുള്ള ആളുകളാണ്, നമുക്ക് തെറ്റുകൾ പറ്റും, നമുക്ക് കുറവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, അത് സാരമില്ല, നമുക്കത് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ടല്ലോ. നമ്മൾ ആരാ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ, ഒരു മിസ്റ്റേക്കും ചെയ്യാതെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ഉണ്ടോയെന്ന്. എനിക്ക് തോന്നുന്നുമില്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുള്ളത്. അപ്പം മിസ്റ്റേക്ക് പറ്റിയെന്നുണ്ടെങ്കിലും അത് സാരില്ല, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, മിസ്റ്റേക്സ് ഒക്കെ പറ്റുമെന്ന് കരുതി നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പം നമ്മളുടെ ലൈഫിൽ കുറച്ചും കൂടെ നമ്മൾ പീപ്പിൾ പ്ലീസർ ആവാതെ നമ്മളുടെ കാര്യങ്ങൾ മാത്രം നോക്കി സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. സ്പെഷ്യലി നമ്മളുടെ പീപ്പിൾ പ്ലീസേഴ്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇനിയെങ്കിലും പീപ്പിൾ പ്ലീസർ ആയിട്ട് ഇരിക്കരുതെന്ന് അവരുടെ അടുത്ത് ഒരു വാർണിംഗും കൂടെ കൊടുത്തേക്ക്. ഇനി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാൽ. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, ഞാനത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.